കേരളത്തിൽ നിന്നുള്ള കാഴ്ച തന്നെയാണ്. വയനാട് മുട്ടിൽ പഞ്ചായത്തിലെ ചീപ്രം കുന്നിലെ രാജന്റെ മൃതദേഹവും ചുമന്ന ബന്ധുക്കൾ ചെളിയിലൂടെ നടക്കുകയാണ്. ഒരാഴ്ച മുൻപായിരുന്നു സംഭവം. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാനായി ആംബുലൻസിലെത്തിക്കണമെങ്കിൽ ചെളിക്കളമായ വഴിയിലൂടെ 1.5 കിലോമീറ്റർ നടക്കണം. അമ്മച്ചൻ വെച്ചിട്ട് ചെളിക്കട തോളത്ത് വെച്ച് ഏറ്റുകൊണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടായി. അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് അവിടുന്ന് ഏറ്റി ചളിയിൽ പോന്നു. 6 മണിയായി. മഴ പെയ്തപ്പം മഴയായിരുന്നു. വാഴവറ്റയിലെ ചീപ്രത്തു നിന്നും നെല്ലറച്ചാൽ കുണ്ടരഞ്ഞിയിൽ നിന്നുമായി 25 കുടുംബങ്ങളെ ഇവിടേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ട് 4 വർഷം കഴിഞ്ഞു. പുതിയ സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകുമെന്ന വാഗ്ദാനം അധികൃതർ മറന്നുപോയി. വെള്ളമില്ല, കൃഷിയിടങ്ങളില്ല, സഞ്ചാരയോഗ്യമായ വഴിയുമില്ല. കുടിക്കാൻ വെള്ളമില്ല. 4 വർഷമായി ഇതുവരെ ആയിരുന്നു. പക്ഷെ മെമ്പർ വരുന്നുണ്ട്. മെമ്പർ കറണ്ട് ഇല്ലാണ്ടായി. കറണ്ട് കഴിഞ്ഞു. പക്ഷെ ഇനി റോഡും കൂടുന്നു. കാരാപ്പുഴ ജലസേചന പദ്ധതിയുടെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ഗോത്ര വിഭാഗക്കാരാണ് പതിറ്റാണ്ടുകളായി ദുരിതമനുഭവിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, വയനാട്. എം കമലാണ് നമ്മുടെ കൂടെയുള്ളത്. കമലിന്റെ റിപ്പോർട്ടിലെ ആദ്യത്തെ വരി തന്നെയാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇത് നടന്നത് നമ്മുടെ കേരളത്തിലാണ്, നമ്മുടെ കേരളത്തിലെ കാഴ്ചയാണ്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയുമ്പോഴും അതൊക്കെ ഒരുപാട് നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സംഭവിക്കുന്നത് നോക്കൂ. ഇങ്ങനെ ഒരു പ്രശ്നം മാത്രമല്ല, എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെയുള്ളവർ അനുഭവിക്കുന്നുണ്ട്. ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ആരുമില്ലേ അവിടെ? പൂജ, നമ്മുടെ വികസന പദ്ധതികളുടെ മറ്റൊരു കാഴ്ചയാണിത്. ഈ കാരാപ്പുഴ ജലസേചന പദ്ധതി എന്ന് പറയുന്നത് 1970-കളിൽ 7.5 കോടിയോ മറ്റായിരുന്നു അന്നത്തെ എസ്റ്റിമേറ്റ് എന്ന് തോന്നുന്നു, അതോ 12 കോടിയോ, അങ്ങനെ 70-കളിൽ തുടങ്ങിയൊരു പദ്ധതി. ഇന്നും നാടിനൊരു ഉപകാരവും അല്ലെങ്കിൽ ജലം പറഞ്ഞ സ്ഥലത്തൊന്നും ജലം എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഏതാണ്ട് 400 കോടിയിലധികം രൂപ ചെലവാക്കിയിട്ടും പൂർത്തിയാക്കാത്തൊരു പദ്ധതി. അതിൻ്റെ പേരിൽ ഒരു കൂട്ടം ആദിവാസികൾ, അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവർ പതിറ്റാണ്ടുകളായി ദുരിതം അനുഭവിക്കുകയാണ്. ഈ സ്റ്റോറിയിൽ നമ്മൾ കണ്ട ആളുകളെയൊക്കെ ഞാൻ മുൻപ് പോയി കണ്ടിട്ടുണ്ട്. അന്ന് അവർ താമസിച്ചിരുന്നത് ഈ ജലസേചന പദ്ധതിക്ക് വേണ്ടി അവരെ കുടിയൊഴിപ്പിച്ചു. അവർക്ക് പകരം സ്ഥലം കൊടുക്കാതെ അവർ ഈ റിസർവോയറിൻ്റെ കരയിൽ ജലസേചന വകുപ്പിൻ്റെ സ്ഥലത്താണ് പതിറ്റാണ്ടുകളോളം താമസിച്ചിരുന്നത്. അവിടെ ഒരു കക്കൂസ് കുഴി കുത്താൻ പോലും ജലസേചന വകുപ്പ് അനുവദിക്കില്ല, കാരണം അവരുടെ സ്ഥലമാണ്. അങ്ങനെ അവരുടെ കഷ്ടപ്പാട് ഞാൻ തന്നെ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബൈറ്റ് തന്ന ആളൊക്കെ അന്ന് സംസാരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ അവിടെ കാലങ്ങളോളം അവർ കഷ്ടപ്പാട് അനുഭവിച്ചു. അവിടെ നിന്ന് അവരെ പുനരധിവസിപ്പിക്കുന്നു. സ്വന്തം സ്ഥലവും വീടൊക്കെയുള്ള ഒരു സ്ഥലത്തേക്ക്, വീടുകളൊക്കെയായി വളരെ പ്രതീക്ഷയോടെ അവർ മാറി താമസിക്കുന്നു. എന്നിട്ടിപ്പോൾ 4 വർഷമായി വീടുണ്ട്, സ്ഥലമുണ്ട്, പക്ഷേ അവർക്ക് കുടിവെള്ളമില്ല, വഴിയില്ല. അവരാണ് ഇപ്പോൾ ഈ 1.5 കിലോമീറ്റർ ഒരു ബന്ധുവിൻ്റെ മൃതദേഹവും ചുമന്ന് ആംബുലൻസിലേക്ക് നടന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്ന് തിരിച്ച് അതേ വഴിയിലൂടെ തിരിച്ച് ഈ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോയി സംസ്കരിച്ചു. അതായത് നമ്മുടെ വികസന പദ്ധതിയുടെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ, അവർ പ്രത്യേകിച്ച് ഇത്തരം ദുർബല ജനവിഭാഗങ്ങൾ കൂടിയാണെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അവരെവിടെ പോയി, അവരെ കുടിയൊഴിപ്പിച്ചതിന് ശേഷം എന്തായി എന്ന് നോക്കാൻ ആളില്ല. പതിറ്റാണ്ടുകളായി അവർ ഇത്തരത്തിൽ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയാണുള്ളത്. പൂജ.